ഹലോ എവ്രി വൺ, നമസ്കാരം. സൗമ്യാസ് ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് ചീര കൊണ്ടാണ് ഞാനൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഏകദേശം 2 പിടി ചീര എടുത്തിട്ടുണ്ട്. മുറിച്ച ശേഷം ഇങ്ങനെ 2 പിടി ചീര എടുത്തിട്ടുണ്ട് കേട്ടോ. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഞാനത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി കുറച്ചും കൂടി പൊടിക്കണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഒരു വലിയ സവോള ചെറുതായിട്ട് മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്, 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് ഞാൻ 6 ബ്രെഡിൻ്റെ ക്രംസാണിത്. 6 ബ്രെഡ് പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്ക് വേണം എണ്ണ, വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയും, അതുപോലെ തന്നെ ഉപ്പ് പോരെങ്കിൽ നമുക്ക് ചേർക്കാൻ ഉപ്പും വേണം. അത്രേ വേണ്ടൂ. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളും ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് വെങ്കായവും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി ചെയ്യണം നല്ലത്. നമ്മൾ എണ്ണയിലിട്ടെടുക്കുമ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് വേവും. പക്ഷെ എന്നാലും ഇതിൻ്റെ പച്ചമണം, ചീരയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചീര ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം ആദ്യം മാത്രമല്ല, പച്ചമുളക് കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എരിയാൻ പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എരിയണത് ഒഴിവാക്കാൻ പറ്റും. പച്ചമണം ഒന്ന് മാറണവരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ ഉപ്പ്. ഫ്ലെയിം ചുരുക്കിയിട്ട് കരിയണ്ട. ഇതിലേക്ക് ചീരയും കൂടി ചേർത്ത് കൊടുക്കാം. വീട്ടിലെ കുട്ടികളൊക്കെ ചീര കഴിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ചീര കട്ട്ലേറ്റ് ആണെന്ന് തന്നെ അറിയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റാണ്. ചീര നമ്മളിപ്പോൾ കഴുകിയെടുത്തിട്ടേ ഉള്ളൂവെങ്കിൽ വെള്ളം തെളിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ലേശമൊന്ന് വെള്ളം ഇങ്ങനെ കുറച്ച് ഒന്ന് തെളിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ നല്ല കാര്യമുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗരം മസാലയുടെയൊക്കെ. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടെ മണമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചീര വെന്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ വെന്ത് കുഴഞ്ഞ് സ്മാഷ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും മതി. ഈ വെന്തിട്ടില്ലെങ്കിൽ കൂടിയിട്ടും നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും എണ്ണയിൽ കിടന്നത് വെന്തോളൂ എന്ന് കൂടിയിട്ട്. അപ്പോൾ ഞാൻ വേറൊരു പാൻ വെക്കുകയാണ്. പാനിൽ ഒരു ചീനിച്ചട്ടി വെക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് അപ്പോൾ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇത്,
നമ്മുടെ ഈ ചീര മിശ്രിതത്തിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഒന്നും കൂടെ ഒന്ന് സ്മാഷ് ചെയ്യുക. നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കുക, മിക്സിയിലിട്ട് സ്മാഷ് ചെയ്തെടുക്കണമെന്ന് ശരിയാവില്ല. ഇത് കൈ കൊണ്ട് തന്നെ ചെയ്യണം, വേറെ ഓപ്ഷനൊന്നുമില്ല. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങും ചീരയുടെ ഉണ്ടാക്കിയ മിശ്രിതവും എല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തന്നെ യോജിപ്പിച്ചെടുക്കണം. എന്നാലേ എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കുള്ളൂ. കൈ തൊടില്ല എന്ന് പറഞ്ഞിരുന്നാലും നടക്കില്ല. ശരിക്കും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈയൊക്കെ വൃത്തിയായി കഴുകിയിട്ട് കുഴച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അല്ല, അപ്പോൾ കൈ തൊടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഗ്ലൗസോ എന്തെങ്കിലും ഇട്ട് ചെയ്തോളൂ. ഇവിടെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ തൊട്ടതുകൊണ്ട് ആർക്കും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? ഇതിനെ ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കാം. എന്നിട്ട് അതിന് മുമ്പ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഉള്ളം കയ്യിൽ മാത്രം തേച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം. നമുക്ക് ഏകദേശം ഒരു 5-6 പോരാ, ഒരു 8 കിട്ടുമായിരിക്കും ഇതെന്ന് കേട്ടോ. ഞാൻ പിന്നെ ചീരയുടെ തണ്ട് ഉപയോഗിച്ചിട്ടില്ല. ഇളന്ത തണ്ടാണെങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ തണ്ടൊന്നും എടുക്കാത്തത്. ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അയ്യോ, ഒരു കാര്യം മറന്നു കേട്ടോ. ഉപ്പുണ്ട് നോക്കിയിട്ട് നോക്കട്ടെ. എണ്ണ ചൂടായിട്ടില്ല, അപ്പം നമുക്ക് ആ സമയം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എത്ര കിട്ടിയല്ലോ? എനിക്ക് 1, 2, 3, 4, 5 കിട്ടി. എനിക്കൊന്നൊരു 8 ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു കേട്ടോ. ഇതിൽ ഇത് കുറച്ച് വലിയ കട്ട്ലേറ്റ് ആവാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞു. എന്ന് അപ്പോൾ 1, 2, 3, 4, 5, 6, 7 കിട്ടിയിട്ടുണ്ട് കേട്ടോ. 7 കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട്, അപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഗതിയുണ്ട്. മുട്ട ആദ്യം മുട്ട പതപ്പിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്യാം. അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് മുക്കിയെടുക്കാം. 2 സൈഡ് മുക്കിയെടുക്കണം. അതുപോലെ എല്ലാം മുട്ട പച്ചിൽ ഡിപ്പ് ചെയ്യുക. ബ്രെഡ് ക്രംസിൽ മുക്കുക, മാറ്റി വയ്ക്കുക.
ഇങ്ങനെ എല്ലാം മുക്കി വെക്കുക കേട്ടോ. ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ പ്രസ് ചെയ്തിട്ടാണ് ഞാൻ ഓരോന്ന് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ഗോൾഡൻ കളർ ആവണ വരെ നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇത് ഇങ്ങനെ ഉറപ്പ് വരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നൊരു കട്ട്ലേറ്റാണ്. വളരെ ഹെൽത്തി കട്ട്ലേറ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും സജഷൻസും അയക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളൊരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ഇതാണ് ഈ കട്ട്ലേറ്റിൻ്റെ ക്ലോസ് വ്യൂ.